മൈസൂരുവിൽ റോഡ് പണിക്കിടെ നിലം കുഴിച്ചപ്പോൾ നിധി കിട്ടിയതാണെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ സ്വർണം നൽകി വളാഞ്ചേരിയിലെ വ്യാപാരിയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്തത് വിപുലമായ തട്ടിപ്പ് സംഘമാണെന്ന വിലയിരുത്തലിലാണ് പോലീസ്. വളാഞ്ചേരിയിലെ വ്യാപാരിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ വളാഞ്ചേരിയിൽ നിന്ന് ഓട്ടോയിൽ കയറുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ സംഘം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. തൃത്താലയിൽ ഒരു ചെരുപ്പ് കടയിലെത്തി തട്ടിപ്പിന് ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മഹാരാഷ്ട്ര സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരേ സംഘമല്ല തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. എന്നാൽ എല്ലായിടത്തും സംഘത്തിൽ ഒരേ സ്ത്രീ തന്നെ തട്ടിപ്പിനുണ്ട്. ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന വ്യാപാരികളെയാണ് സംഘം ലക്ഷ്യമിടുന്നത്. സംഘത്തിന്റെ തട്ടിപ്പ് രീതി ഇങ്ങനെ: കടയിൽ സാധനം വാങ്ങാനെന്ന വ്യാജേന കയറി കടയുടമയുമായി സംസാരിക്കും. നല്ല സൗഹൃദമുണ്ടാക്കിയെടുത്ത് ഹിന്ദി നന്നായി സംസാരിക്കുന്നയാളാണെന്ന് മനസ്സിലായാൽ സാധനം ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് കയ്യിൽ കരുതിയിരിക്കുന്ന കവറിൽ നിന്ന് പുരാവസ്തുവായ ചില നാണയങ്ങൾ പുറത്തെടുത്ത് കാണിക്കും. മൈസൂരുവിൽ റോഡ് പണിക്കിടെ നിലം കൊഴിച്ചപ്പോൾ കിട്ടിയതാണെന്നും ഇതുപോലെ ധാരാളം സ്വർണമടക്കം കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കും. ശേഷം കയ്യിലുള്ള സ്വർണത്തിൽ നിന്ന് യഥാർത്ഥ സ്വർണത്തിന്റെ ഒരു ഭാഗം വ്യാപാരിക്ക് നൽകി യഥാർത്ഥ സ്വർണം തന്നെയല്ലേ എന്ന് പരിശോധിച്ചോളൂ എന്ന് പറയും. ഇത് യഥാർത്ഥ സ്വർണം തന്നെയെന്ന് തിരിച്ചറിയുന്ന വ്യാപാരിയെ അന്നു രാത്രി തന്നെ വിളിച്ച് ഉറപ്പിച്ച ശേഷം ഇത് വിറ്റു നൽകുമോ എന്നാണ് അടുത്ത ചോദ്യം. 1 കിലോയോളം സ്വർണമുണ്ടെന്നും 5 ലക്ഷം രൂപ നൽകിയാൽ സ്വർണം നൽകാമെന്നും വിശ്വസിപ്പിക്കും. 5 ലക്ഷം രൂപയ്ക്ക് 1 കിലോ സ്വർണമെന്ന് കേട്ട് ഇര വീണെന്നുറപ്പായാൽ അടുത്ത ദിവസം വ്യാജ സ്വർണവുമായി എത്തി പണം കൈക്കലാക്കി ആരുമില്ലാത്തപ്പോൾ മാത്രമേ തുറക്കാവൂ എന്ന് ചട്ടം കെട്ടി സ്ഥലം വിടും. ഇത് തുറന്ന് ഇര തട്ടിപ്പ് തിരിച്ചറിയുമ്പോഴേക്കും സംഘം പണവുമായി മുങ്ങിയിരിക്കും. അതുവരെ വിളിക്കാൻ ഉപയോഗിച്ച സിം കാർഡും അതോടെ ഉപേക്ഷിക്കും. വളാഞ്ചേരിക്ക് പുറമെ തൃത്താലയിലും തട്ടിപ്പ് നടത്താനുള്ള ശ്രമം വ്യാപാരിക്ക് സംശയം തോന്നി പിന്മാറിയതിനാൽ പരാജയമായി. കുറ്റിപ്പുറത്ത് വെച്ച് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു തൃത്താല സ്വദേശിയിൽ നിന്നും ഇതേ സംഘം സമാനമായ രീതിയിൽ പണം തട്ടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയും പണമായി തന്നെ വേണമെന്നാണ് സംഘം ആവശ്യപ്പെടാറുള്ളത്. പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതിനാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്താറില്ല. ഒരു തട്ടിപ്പിന് ശേഷം സിം കാർഡ് ഉപേക്ഷിക്കുന്നതിനാൽ ഫോൺ വഴിയും ട്രേസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ CCTV ദൃശ്യം പുറത്തുവിട്ട് ഈ സംഘത്തെ കണ്ടെത്തിയാൽ പോലീസിനെ വിവരമറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ്. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.